ഒരാളുടെ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ വലിയൊരു ദോഷമായിട്ട് മാറുന്നുണ്ടാവും. ഇപ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന സത്യസന്ധമായിട്ടുള്ളൊരു പ്രശ്നം നമ്മൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം, ഇയാളെക്കുറിച്ചുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മളോട് പറഞ്ഞു, ഇത് സത്യമാണെന്ന് മനസ്സിലായ നമ്മൾ അയാളെ ഈ വിഷയം പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ തെറ്റുകാരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു നന്മ ചെയ്യുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിൽ ആളുകൾക്കൊരു സംശയമാണ്, എന്തിനാണ് ഇവൻ എന്നോട് ഇത്ര നല്ല നന്മ ചെയ്യുന്നത്, എന്തെങ്കിലും ഇവനക്ക് പ്രത്യേകിച്ച് വല്ല ലാഭമുണ്ടോ എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് ആളുകൾക്ക്. അതിനൊക്കെ ഒരുപാട് റീസൺ ഉണ്ടാവും, പക്ഷേ ആളുകൾക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. നമ്മൾ ഒരാൾക്ക് തെറ്റ് ചെയ്താൽ പോലും, ഒരാളെ തല്ലിയാൽ പോലും അതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു നന്മ ചെയ്താൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതുപോലും സംശയിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറ്റവും അടുത്ത ആളുകളുടേതാണെങ്കിൽ പോലും അയാളുടെ ഒരു നന്മക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം നമ്മളൊരു 10 പ്രാവശ്യം പറയുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം നമ്മൾ ആലോചിക്കുന്നത് നന്നാവും. അത് നമുക്ക് തന്നെ ഏറ്റവും വലിയൊരു വിനയായി മാറാൻ സാധ്യത ഉണ്ട്. നന്മയിൽ സംശയിക്കുന്ന ഒരു സാഹചര്യവും കാലഘട്ടമാണ് ഇപ്പോൾ. വളരെ നല്ല രീതിയിൽ ചിന്തിക്കുക, ആ ഒരു കാര്യം അയാളോട് പറയാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു നന്മ. അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അറിഞ്ഞോളും. നമ്മളായിട്ട് അത് പറഞ്ഞ് നമ്മളായിട്ടൊരു ഇഷ്യൂ ആയി മാറേണ്ട ഒരു സാഹചര്യം ഈ ഒരു സമയത്തുണ്ട്. അപ്പോൾ ചിന്തിക്കുക, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്.